ഞാനിപ്പോൾ നിൽക്കുന്നത് സദേൺ സ്റ്റെയർ അഥവാ റബി സ്റ്റെയർ എന്നുള്ള നാമകരണത്തിൽ അറിയപ്പെടുന്ന ഭാഗത്താണ്. ദാവീദിൻ്റെ നഗരം ആ ഭാഗത്തായിട്ട് വരും. യെരുശലേം ദേവാലയത്തിലുള്ള പ്രവേശന കവാടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവേശന കവാടമായിരുന്നു ഈ റബി സ്റ്റെയർ എന്ന് പറയുന്നത്. കാരണം റബിമാർ തങ്ങളുടെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നതും അതുപോലെ തന്നെ അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി ആലയത്തിലേക്ക് പ്രവേശിച്ചിരുന്നതായ ഒരു കവാടമാണ് ഈ റബി സ്റ്റെയർ എന്ന് പറയുന്ന ഈ കവാടം. നമുക്ക് അങ്ങോട്ട് പോകാം. ഈ സദേൺ സൈഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ റബിമാർ ആലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ കവാടം എന്ന് പറയുന്നത്. പുതുക്കി പണിത കല്ലുകൾ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ പഴയ കല്ലുകൾ, ഇതെല്ലാം പഴയ കല്ലുകളാണ്. യെരുശലേം ദേവാലയം നിലനിന്ന കാലത്തുള്ള കല്ലുകളാണ് ഇടയ്ക്ക് കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമൊത്ത് ദാവീദിൻ്റെ നഗരത്തിൽ നിന്ന് യെരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചതായി കരുതപ്പെടുന്ന അതിപ്രധാനപ്പെട്ട കവാടവും ഇത് തന്നെയാണ്. ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ, റബിമാർ തങ്ങളുടെ ശിഷ്യന്മാരെ ഇരുത്തി അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കുന്നതും അവരെ പഴയ നിയമ വചനത്തെപ്പറ്റി ആധികാരികമായിട്ട് പഠിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ഇടം കൂടിയായിരുന്നു ഇത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരെ ഇവിടെ ഇരുന്നു കൊണ്ട് യേശു ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരുമൊത്ത് സമ്പാദിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെയും പറഞ്ഞു കൊടുത്ത ഒരു ഇടമായിട്ട് ഇതിനെ നമുക്ക് കരുതാം. വീണ്ടും നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ഈ പടവുകൾ കയറി ഇവിടെയായിരുന്നു സദേൺ സ്റ്റെയറിൻ്റെ ആ വാതിലുണ്ടായിരുന്നത്. ആ കവാടത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാം. ഈ വാളെല്ലാം, ഈ മതിലെല്ലാം പിന്നീട് പണിതെടുത്തതാണ്. ഇവിടെ നോക്കുമ്പോൾ ഈ കല്ലുകളെല്ലാം, ഈ കാണുന്ന കല്ലുകളെല്ലാം ഒറിജിനൽ കല്ലുകളാണ്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് യെരുശലേം ദേവാലയത്തിലുണ്ടായിരുന്ന ഒറിജിനൽ കല്ലുകളാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ള കല്ലുകളെല്ലാം പിന്നത്തേതിൽ പണിതതാണ്. ചരിത്രം പറയുന്നു, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചു എന്ന ആ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗമാലിയേൽ ഇവിടെ വരുമ്പോൾ പൗലോസും ഈ പടിയിലിരുന്ന് ഗമാലിയേലിനെ കേട്ടതായിട്ട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ ഒരു ചരിത്ര സത്യത്തിന് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഇരുന്ന സ്ഥലം. ശിഷ്യന്മാർ കർത്താവായ യേശു ക്രിസ്തുവിനെ റബി എന്ന് വിളിച്ചു, ഗുരു എന്ന് വിളിച്ചു. കർത്താവായ യേശു ക്രിസ്തു അവർക്ക് ടീച്ചറായിരുന്നു. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഈ പ്രദേശം അവരെ പഠിപ്പിച്ചിരുന്ന പ്രദേശമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു എത്രയോ നല്ല നല്ല വചന സത്യങ്ങൾ യെരുശലേമിനെക്കുറിച്ചുള്ള, ഈ ലോകത്തെക്കുറിച്ചുള്ള, വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള വലിയ സത്യങ്ങൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് ദൈവവചന സത്യത്തിലേക്ക് നടത്തിയ ഒരു പ്രധാനപ്പെട്ട ഇടമാണ് ഇത് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം കൂടെ പറയുമ്പോൾ, പെന്തക്കോസ്ത് നാളിൽ മർക്കോസിൻ്റെ മാളിക മുറിയിൽ സംഭവിച്ചിട്ട് ആളുകൾ തിങ്ങിക്കൂടുന്നു, ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നു. അങ്ങനെ പത്രോസ് കൂടെയുള്ള ശിഷ്യന്മാരുമെല്ലാം ഇവിടെ വന്ന് ഈ മതിലിന് അകത്തുള്ള ഭാഗത്ത് കൂടിയെന്നും പെന്തക്കോസ്ത് നാളിൻ്റെ പ്രസംഗങ്ങളും സ്നാനങ്ങളുമെല്ലാം അവിടെ വച്ചാണ് സംഭവിച്ചത് എന്നും പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ദൈവവചന സത്യത്തിൻ്റെ ചരിത്ര സാക്ഷ്യം വഹിച്ച ആ സാക്ഷ്യം എടുത്തു പറയുവാൻ ഇന്ന് ഇവിടെ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഒരു വലിയൊരു സാക്ഷ്യം ഈ കൽപ്പടവുകൾ, ഈ മതിൽ, ഇതിൻ്റെ ചുറ്റുപാടുകൾ നമ്മെ വിളിച്ചറിയിക്കുന്നു.